ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 300-ഓളം സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ ബിസിനസ് പേഴ്സൺ ആണ്. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സ് ദയവായി ഒന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് ലോണിന് വേണ്ടി നമ്മളൊരു ബാങ്കിൽ ചെല്ലുകയാണെങ്കിൽ നമ്മളോട് മല പോലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരാൻ പറയുന്നത്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബിസിനസിൻ്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ITR, GST, കോർപ്പറേഷൻ ലൈസൻസ്, പിന്നെ കറണ്ട് അക്കൗണ്ട് 2 വർഷത്തെ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കറണ്ട് ബില്ലിൻ്റെ കോപ്പി, ഓഫീസിൻ്റെ, അതുപോലെ തന്നെ ഓഫീസിൻ്റെ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മൾ കൂട്ടിയാലും കൂട്ടാത്ത ഡോക്യുമെൻറ്റ്സ് ആണ്. എനിക്കറിയാം, പലരെയും പേഴ്സണലി എനിക്കറിയാം ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും കിട്ടില്ല സാറേ അല്ലെങ്കിൽ ഫിറോസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിലം വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബിസിനസ് ലോൺ നമുക്ക് എന്തിനൊക്കെ വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ നിലവിലുള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ബിസിനസ് ഡള്ളായി വരും. ഈ സമയത്ത് നമ്മുടെ ബിസിനസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കിത് ഒരു ക്യാപിറ്റലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചില സമയത്തുള്ള ഒരു ക്യാഷ് ഫ്ലോ, ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് എന്തിനു വേണ്ടിയും ഈ ഒരു ബിസിനസ് ലോണൊക്കെ എടുത്ത് നമുക്ക് എന്ത് പർപ്പസിന് യൂസ് ചെയ്യാം, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, നമ്മൾ എന്ത് പർപ്പസിനാണ് എടുക്കുന്നത് ചോദിക്കുമ്പോൾ ഈ ഏതെങ്കിലും പർപ്പസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നും കൊടുക്കരുത്. അതുവഴിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പല ആൾക്കാരും ഒരു ബിസിനസ് ലോൺ എടുത്തിട്ട് ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും അവരുടെ പേഴ്സണൽ നീഡ്സിന് വേണ്ടി യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷന് കൊടുക്കുന്ന സമയത്ത് ബിസിനസ് നീഡ്സ് എന്ന് തന്നെ കൊടുക്കണം. ബിസിനസ് റിക്വയർമെൻറ്റിന് വേണ്ടിയാണ് ഈ ഒരു ക്യാഷ് എടുക്കുന്നതെന്ന് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഞാനിപ്പോൾ പറയാം. നിങ്ങളുടെ KYC, അതായത് പാൻ കാർഡ് നിർബന്ധമാണ്. ഇനി നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ് പ്രൂഫ് ഏതെങ്കിലും ഒരെണ്ണം, റെൻ്റ് എഗ്രിമെൻറ്റോ, ഡ്രൈവിംഗ് ലൈസൻസോ, വോട്ടർ ID കാർഡോ, റേഷൻ കാർഡോ, പാസ്പോർട്ടോ, ഇതാണ് നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ പ്രൂഫ്. ഇനി ബാങ്കിങ്ങിൻ്റെ വേണ്ടത് 6 മാസത്തെ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. 1, 2 വർഷത്തെ ഒന്നും വേണ്ട, 6 മാസത്തെ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഇനി ബിസിനസ്സിൻ്റെ KYC, അതായത് ബിസിനസ്സിൻ്റെ ID പ്രൂഫ് വേണ്ടത് ഒന്നുകിൽ GST സർട്ടിഫിക്കറ്റ്, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ലൈസൻസ്. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് മാത്രം മതി നിങ്ങൾക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 30,000 രൂപ മുതൽ 20 ലക്ഷം വരെ ലോൺ ലഭിക്കാൻ വേണ്ടി. ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് ഇത് മിക്കുള്ള ആൾക്കാരുടെ കയ്യിലും കാണും. അതുപോലെ തന്നെ 6 മാസത്തെ നിങ്ങൾ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാൻ കാർഡ്, പിന്നെ ബിസിനസ്സിൻ്റെ ഒരു പ്രൂഫ്, റെൻ്റ് എഗ്രിമെൻറ്റോ, ഡ്രൈവിംഗ് ലൈസൻസോ, അതുപോലെ തന്നെ വോട്ടർ ID കാർഡോ, റേഷൻ കാർഡോ, അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണമാണ് വേണ്ടത്. ഇനി 20 ലക്ഷത്തിൽ കൂടുതൽ വേണമെങ്കിൽ ബിസിനസ് പ്രൂഫ്, ITR, ഓഡിറ്റഡ് ITR സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വേണ്ടി വരും. ഞാൻ 20 ലക്ഷം വരെ ഇത്രയും ITRൻ്റെ ആവശ്യമില്ല. 20 ലക്ഷത്തിന് മുകളിലോട്ട് വേണമെങ്കിൽ മാത്രമേ നമുക്ക് ITR ഇവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കിടിലം NBFC ആണ്. നിങ്ങൾക്ക് ബാങ്കിൽ ഒന്നും പോകണ്ട, വളരെ കുറച്ച് ഇൻട്രസ്റ്റേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ടെന്യൂറിറ്റിയും സ്പീഡി പ്രോസസ്സാണ്. ക്വിക്കായിട്ട് നമുക്ക് ലോൺ പ്രോസസ്സായി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു റെസ്പോൺസും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് 1% പെർ മന്ത് ആണ്, നമ്മുടെ പ്രൊഫൈൽ ബേസ് ചെയ്ത്. ഇതിൻ്റെ സിബിൽ സ്കോർ വേണ്ടത് അവർ പറയുന്നത് 640 മതി എന്നാണ് പറയുന്നത്. അപ്പോൾ 640 സിബിൽ സ്കോറുള്ള ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് ബാങ്കിലൊക്കെ പോയി അത് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലം ബിസിനസ്സിനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ ഉള്ളവർ മാത്രം ചെയ്യുക. ബിസിനസ്സുകാർ മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ബിസിനസ് അല്ലാത്തവർ ദയവേത് ഞാൻ പറഞ്ഞല്ലോ മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെ 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർ ഈ ഒരു ബിസിനസ് ലോണിന് അപ്ലൈ ചെയ്യാൻ അർഹരാണ്. നിങ്ങളുടെ മിനിമം മന്ത്ലി ബാങ്കിങ് ടേൺ ഓവർ അല്ലെങ്കിൽ BTO എന്ന് പറയും, അത് 2 ലക്ഷം രൂപ വേണം. അപ്പോൾ ഏറ്റവും ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ടേൺ ഓവർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോർമലി വരുന്നത് 2 ലക്ഷമൊന്നും അല്ല, 6-7 ലക്ഷമൊക്കെ വരുന്ന ഒരു മന്ത്ലി ടേൺ ഓവേഴ്സ് വരുന്നവരുണ്ട്. അപ്പോൾ അത് ബാങ്കിങ് ആവറേജ് വേണം. അതുകൊണ്ടാണ് അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മറ്റും ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഡോക്യുമെൻ്റ് പറയാം. നിങ്ങളുടെ ആധാർ കാർഡ്,
കാർഡ്, അതുപോലെ തന്നെ എന്താ പറയുക കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തത്, പിന്നെ നിങ്ങളുടെ ID പ്രൂഫ് ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് റെൻ്റ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ചെറിയ ഡോക്യുമെൻറ്റേഷനിൽ ലോൺ കൊടുക്കുന്ന വേറൊരു ലോൺ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൻ്റെ കാലാവധി വരുന്നത് 12 മാസം മുതൽ 36 മാസം വരെയാണ്. അതായത് 1 വർഷം മുതൽ 3 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി വരുന്നത്. പിന്നെ ഒരുപാട് ലെങ്തി പ്രോസസ് ഒന്നുമില്ല. നിങ്ങളൊരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ബാങ്ക് വഴിയോ അല്ലെങ്കിൽ NBFC വഴിയോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6ഉം 7ഉം ദിവസം അല്ലെങ്കിൽ 8 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക 3 മണിക്കൂറിൽ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പ്രത്യേകിച്ച് വെരിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഇത് ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആർക്കും വരില്ല, കാരണം എല്ലാവർക്കും അതിനെക്കുറിച്ച് ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസും സെൻസും എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ദയവേത് വാട്സപ്പിൽ മാത്രം നിങ്ങൾ എന്താ പറയുന്നത് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ അവർക്ക് നെഗറ്റീവ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ചില ബിസിനസ് ലോൺ കൊടുക്കുന്ന സമയത്ത് ചില ബാങ്കുകൾക്ക് നെഗറ്റീവ് പ്രൊഫൈലുണ്ട്. ഇപ്പോൾ ഷോപ്പിൽ ഇപ്പോൾ വെജിറ്റബിൾ ഷോപ്പിനൊന്നും കൊടുക്കില്ല. വെജിറ്റബിൾ ഷോപ്പ്, കിരാന ഷോപ്പ്, ഹോട്ടൽസ് അങ്ങനെയുള്ള ഷോപ്പിനൊന്നും എന്താ പറയുന്നത് ചില ബാങ്കുകൾ ലോൺ കൊടുക്കില്ല. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ബിസിനസ് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. 99% ബിസിനസ് ഫേംസിനും ഇവർ ലോൺ കൊടുക്കുന്നതാണ്. നല്ല സൂപ്പർ ഒരു എന്താ പറയുന്നത് NBFC ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.